ഹൈക്കമാൻഡ് ലോ കമാൻഡായി മാറി. കെ.സി. വേണുഗോപാലിനെ 5 സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി 5ഇടത്തും BJP അധികാരത്തിൽ വന്നു. അങ്ങനെയെങ്കിൽ കേരളത്തിലേക്ക് ഇദ്ദേഹത്തെ തട്ടാം എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് കെ.സി. വേണുഗോപാലിനെ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് തട്ടിയത്. കേരളത്തിലെ ഇലക്ഷന് ബോധപൂർവം ഹൈക്കമാൻഡ് വലിയ ചാൻസ് ഒന്നും കൊടുത്തില്ല. ചുക്കാൻ സതീശൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? ഏതായാലും സതീശന് ഭൂരിപക്ഷം കിട്ടി, ഇപ്പം മുഖ്യമന്ത്രിയുമായി. ഇപ്പോൾ ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ട് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ പിന്നെ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹം തള്ളിക്കയറില്ലല്ലോ, അവിടുത്തെ ശല്യം ഒഴിവാക്കുവാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇയാളെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഹൈക്കമാൻഡ് കിണഞ്ഞ് പരിശ്രമിച്ചത്. പക്ഷേ അമ്പേ പരാജയപ്പെട്ടു. അങ്ങനെ ഹൈക്കമാൻഡ് ലോ കമാൻഡായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഒരു പരിഭവമായിട്ട് വന്നിരുന്നു. താനാണ് സീനിയർ. ആരാന്നല്ലേ? നമ്മുടെ രമേശ് ചെന്നിത്തല. അദ്ദേഹം ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് കാലതാമസം ഉണ്ടായതിനെക്കുറിച്ച് ഒരു ഉഗ്രൻ ന്യായീകരണവുമായിട്ട് മുന്നോട്ട് വന്നു. ഡൽഹിയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വിജയപ്രഖ്യാപനത്തിന് ശേഷം 50 ദിവസം കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് എന്നാണ്. അവിടുത്തെ ഫലപ്രഖ്യാപനത്തിന് ശേഷം 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ചെന്നിത്തലയ്ക്ക് നാക്ക് പിഴച്ചതാണോ? 59 ആയതാണോ? 9 എന്ന് പറഞ്ഞത് 50 എന്ന് കേട്ടതാണോ? അതോ സമനില തെറ്റി 50 എന്നങ്ങ് പറഞ്ഞതാണോ? ഏതായാലും ഹൈക്കമാൻഡ് ചെയ്ത കാര്യങ്ങളിൽ രമേശ് ചെന്നിത്തലയെ സീനിയാരിറ്റിയും മറ്റും നോക്കി മുഖ്യമന്ത്രിയാക്കാഞ്ഞത് നന്നായി. ഹൈക്കമാൻഡ് ലോ കമാൻഡായി എന്നുള്ളൊരു വസ്തുത പുറത്തു വന്നു. കാരണം ഹൈക്കമാൻഡിന് അഭിമാനപൂർവ്വം പറയാനുള്ളൊരു സംസ്ഥാനം കേരളമാണ്. അവിടെയാണ് ഹൈക്കമാൻഡിൻ്റെ വാക്കിന് ഒരു വില പോലും കൽപ്പിക്കപ്പെടാതെ പോയത്. അങ്ങനെ ഹൈക്കമാൻഡ് ലോ കമാൻഡായി തുടർന്നുകൊണ്ടേയിരിക്കും.